ശബരിമലയിൽ നിയമം ലംഘിച്ച് ട്രാക്ടറിൽ യാത്ര ചെയ്ത സംഭവത്തിൽ ADGP MR അജിത് കുമാറിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി പരിഗണിച്ചു. ഹൈക്കോടതി ഉത്തരവ് ലംഘിച്ച് ADGP ശബരിമലയിലേക്ക് ട്രാക്ടർ യാത്ര നടത്തിയെന്ന ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ ഡിവിഷൻ ബെഞ്ചിന്റെ റിപ്പോർട്ടിനെ തുടർന്നായിരുന്നു ഹൈക്കോടതി സ്വമേധയാ ഹർജി സ്വീകരിച്ചത്. ഹർജി ജസ്റ്റിസ് അനിൽ കെ നരേന്ദ്രൻ, ജസ്റ്റിസ് S മുരളീകൃഷ്ണ എന്നിവരടങ്ങുന്ന ബെഞ്ചാണ് പരിഗണിച്ചത്. സന്നിധാനത്തേക്കുള്ള സഞ്ചാരത്തിനിടെയായിരുന്നു ഹൈക്കോടതി വിധി ലംഘിച്ചുള്ള ADGPയുടെ ട്രാക്ടർ യാത്ര. CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്ന ഭാഗത്ത് ട്രാക്ടർ യാത്ര ഒഴിവാക്കുകയും ചെയ്തു. ശനിയാഴ്ച വൈകിട്ട് 6 മണിയോടെയാണ് ADGP പമ്പയിലെത്തിയത്. പമ്പ ഗണപതി ക്ഷേത്രത്തിൽ തൊഴുത ശേഷം അദ്ദേഹം സ്വാമി അയ്യപ്പൻ റോഡ് വഴി കുറച്ചു ദൂരം നടന്നു. ഈ റോഡിനെ മുറിച്ചു കടക്കുന്ന ചെറിയ അരുവി കഴിഞ്ഞ് 1-ാം വളവിനടുത്ത് വെച്ചാണ് പോലീസിന്റെ ഉടമസ്ഥതയിലുള്ള ട്രാക്ടറിലേക്ക് കയറിയത്. ഇവിടെ നിന്ന് സന്നിധാനം വരെയുള്ള ഭാഗത്ത് CCTV ക്യാമറകൾ പ്രവർത്തിക്കുന്നില്ലെന്നാണ് വിവരം. സന്നിധാനത്ത് U-ടേണിന് മുമ്പ് ചെരുപ്പുകൾ സൂക്ഷിക്കുന്ന സ്ഥലത്ത് ട്രാക്ടർ നിർത്തുകയും അവിടെ ADGP ഇറങ്ങി പിന്നീട് നടന്നു പോവുകയും ചെയ്തു. അവിടെ മുതൽ CCTV പ്രവർത്തിക്കുന്നുണ്ടെന്നും വിവരമുണ്ട്. ഞായറാഴ്ച സന്നിധാനത്ത് നടന്ന നവഗ്രഹ ക്ഷേത്ര പ്രതിഷ്ഠ തൊഴാനാണ് ADGP എത്തിയത്. പമ്പയിൽ നിന്ന് ശബരിമല സന്നിധാനത്തേക്കും തിരിച്ചുമായിരുന്നു അജിത് കുമാറിന്റെ യാത്ര. പമ്പ സന്നിധാനം റൂട്ടിൽ ചരക്കു നീക്കത്തിന് മാത്രമേ ട്രാക്ടർ ഉപയോഗിക്കാവൂ എന്നും ഡ്രൈവറല്ലാതെ മറ്റൊരാളും അതിലുണ്ടാകാൻ പാടില്ലെന്നും ഹൈക്കോടതി വിധിയുണ്ട്. ഇതാണ് അജിത് കുമാർ ലംഘിച്ചത്.